സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നമ്മുടെ ഓവർസീസ് പാർട്ണർ മഞ്ചാരി ക്രിയേഷൻസ് ആണ്. അവർ ഇന്നിവിടെ എത്തിയിട്ടില്ല, തിരക്കുമൂലം. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മറ്റൊരു വ്യക്തി സ്നേഹം മൂവീസ് ശ്രീലേശ്വരാണ്. അദ്ദേഹം ട്രാവൻകൂർ, കൊച്ചിൻ തുടങ്ങിയ മേഖലകളാണ് നമ്മുടെ തിയേറ്റർ ഡിസ്ട്രിബ്യൂഷനായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. അവതാരി രണ്ടാമത് പ്രദർശനം ചെയ്യുമ്പോഴേക്ക് അദ്ദേഹത്തെ നെൽസൺ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ സെഞ്ചുറി മിഷനാണ് മലബാർ ഏരിയ ഡിസ്ട്രിബ്യൂഷൻ ഏറ്റെടുത്തിരിക്കുന്നത്. മമ്മി സെഞ്ചുറി നിരവധി ചിത്രങ്ങളുടെ നിർമ്മാതാവാണ് അദ്ദേഹം. അദ്ദേഹവും ഇവിടെ എത്തിയിട്ടില്ല, ചില സൗകര്യമുള്ളതുകൊണ്ട് അദ്ദേഹത്തെ ഇതിലേക്ക് സ്വാഗതം ചെയ്യാൻ അദ്ദേഹം എത്തിയിട്ടില്ല. പിന്നീട് നമ്മുടെ NN ശ്രീധരൻ എന്ന സംവിധായകൻ പല്ലാങ്കുഴി എന്ന ചിത്രം ചെയ്ത് പ്രശസ്ത കാതികൻ സാംബശിവനെ നായകനാക്കി ചെയ്ത ഒരു സംവിധായകനാണ്, മുതിർന്ന സിനിമാ പ്രവർത്തകനാണ്. ശ്രീധരൻ സാറിനെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് മണിയുമായ ചടങ്ങിലേക്ക്. അതോടൊപ്പം തന്നെ ഈ ചിത്രത്തിന്റെ പിന്നിൽ അണിനിരക്കുന്ന പിന്നീട് ഒരാളുകളുണ്ട്. നമ്മുടെ റോഷിക എന്റർപ്രൈസസിന്റെ സാരഥി ശ്രീ പവൻകുമാർ. ഇദ്ദേഹമാണ് ഔട്ട്സൈഡ് കേരളയുടെ ഡിസ്ട്രിബ്യൂഷൻ ഏറ്റെടുത്തിരിക്കുന്നത്. ഇതിന്റെ ചുക്കാൻ ഈ പ്രോഗ്രാമിലെ ശ്രീ പവൻജിയും സ്വാഗതം ചെയ്യുകയാണ്. ഈ അവനാഴി മമ്മൂക്കയുടെ മെഗാസ്റ്റാർ മമ്മൂക്കയുടെ ചിത്രം എല്ലാവരും ആകാംക്ഷയോടെ പത്രക്കാരെ ചോദിച്ചു പ്രസ് മീറ്റിൽ എത്തുമോ. ഇതിനകത്ത് പ്രധാന സാങ്കേതിക വിഷയം മമ്മൂക്ക മറ്റുള്ള കുറച്ചു പേർ ഇന്ന് മലയാള സിനിമയിൽ നിറഞ്ഞു നിൽപ്പുണ്ടെങ്കിൽ തന്നെയും ഇതിനകത്ത് നായകന്മാർ സീമ, നളിനി, അതുപോലെ തന്നെ ഗീത, ഇവരൊക്കെ സിനിമയൊന്നും അധികം ഏതിനല്ലെങ്കിൽ പോലും അവർക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ, യാത്രയുടെ ബുദ്ധിമുട്ടുകളുണ്ട്, എത്താൻ പാടിയിട്ടില്ല. പക്ഷെ നളിനിയും ഗീതയൊക്കെ വേറെ അന്യഭാഷാ ചിത്രങ്ങളിലെ തിരക്ക് മൂലമാണ് വരാൻ പറ്റാറ്. പിന്നെ ഇതിനകത്ത് അഭിനയിച്ച ക്യാപ്റ്റൻ രാജു, ആ ഒരു കഥാപാത്രം സത്യരാജ്, ഇത് ഏവരും വീണ്ടും കാണാൻ ആവശ്യപ്പെടുന്ന വലിയ വേഷമാണ്. പക്ഷെ അദ്ദേഹം കാലയഭിനയങ്ങളും മാറി. അതുപോലെ അഭിനയിച്ച മിക്കവരും ഒട്ടുമിക്ക CI പോൾ, പ്രതാപചന്ദ്രൻ സാർ, അല്ലെ, കുണ്ടറ ജോണി, അങ്ങനെ ആസിസിക്ക, ഇതൊക്കെ മലയാള സിനിമയിൽ നിറഞ്ഞ വ്യക്തിത്വമായ നാമനാടിയായിരുന്നു അവരുടെയൊക്കെ ഒരു മാസ്റ്റർ പീസ് ചിത്രം. പക്ഷെ അവരൊന്നും ഈ മണീയമായ ചടങ്ങിലില്ല എന്നുള്ളത് ദുഃഖകരമായ സത്യമാണ്. എങ്കിലും അവരെയൊക്കെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. മൺമറഞ്ഞു പോയവരാണ്. അവര് ക്യാരക്ടർ ചെയ്തു വെച്ചിട്ടാണ് അവർ പോയത്. തിക്കുറിശി സുമാൻ അല്ലേ, അദ്ദേഹമൊക്കെ ഒരു മഹനീയമായ കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഒരുപക്ഷെ യുവതലമുറയ്ക്ക് ഇത് വീണ്ടും കാണുമ്പോൾ ഒരു ആവേശമായിരിക്കും. അതിൽ എനിക്ക് പറയുന്നതിന് കൂടുതൽ ആ ഒരു പോലീസ് വേഷം ഒരു ചിത്രവേഷമല്ല മമ്മൂക്ക ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പം നമ്മള് ഈ മാസ്റ്റർ ചെയ്ത തിരക്കാണ് പുതിയ സാങ്കേതിക വിദ്യയുടെ കൂടി ഇറങ്ങിയാണ്. അപ്പം ഈ അവനാഴി ജനുവരി 17 കേരളത്തിലെ എല്ലാ തിയേറ്ററുകളിലും വേൾഡ് റിലീസ് ആകാണ്. അതിനോടനുബന്ധിച്ച് നടക്കുന്ന ഈ പ്രസ് മീറ്റിന്റെ ആദ്യ ചടങ്ങിലേക്ക് ഭദ്രദീപം കൊടുക്കുവാനായി ഈ വിശിഷ്ട വ്യക്തികളെ ക്ഷണിക്കുകയാണ്.
മ്യൂസിക്കിന്റെ സാരഥി സാജൻ വർഗീസ്, അവനാഴി ഉൾപ്പെടെ ഒട്ടനവധി ചിത്രങ്ങൾ നിർമ്മിച്ചിട്ടുള്ളതാണ്. അവര് പഴയ കാലഘട്ടത്തിൽ നോക്കിയാൽ 80കളിലും 90കളിലും നടന്നിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. വീണ്ടും അദ്ദേഹത്തിന്റെ നിർമ്മാതാവിന്റെ പേരിൽ ചിത്രം 2025 ജനുവരി 17 മുതൽ തിയേറ്ററിലെത്തുകയാണ്. നല്ലൊരു സുലഭമായ മുഹൂർത്തമാണ്. അപ്പോൾ അദ്ദേഹം തന്നെ ആ ചിത്രത്തിന്റെ ഓർമ്മകളൊന്ന് പങ്കുവെക്കാനായിട്ട് രണ്ടു വാക്ക് സംസാരിക്കാൻ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ കരിയറിലെ അവസാനത്തെ പടം 1993 രണ്ടാം വരെ വന്ന പടമായിരുന്നു. അതിനുശേഷം വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് സിനിമാ മേഖലയിലുള്ള നിങ്ങളെ എല്ലാവരെയും കാണാൻ സാധിച്ചത്. വളരെ എനിക്ക് പറ്റിയില്ല. കാര്യം നമ്മളെല്ലാം പുതിയ യുഗത്തിൻ്റെ മാധ്യമ പ്രവർത്തനത്തിൽ പങ്കാളി ആയവരാണ്. ഈ ആവനാഴി എന്ന ഈ മൂവിയെ പറ്റി പറയുമ്പോൾ ഇത് സെപ്റ്റംബർ മാസം 19 1986 അത് റിലീസ് ചെയ്തത്. അന്ന് വരെ ഇപ്പോഴത്തെ മെഗാസ്റ്റാർ മമ്മൂട്ടി സൂപ്പർ സ്റ്റാർ ആണെങ്കിൽ പോലും ഈ ഒരു പടമാണ് അദ്ദേഹത്തിനൊരു വൻ ബ്രേക്ക് സംഭാവന ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് പുള്ളിയുടെ ആ ഒരു ഇൻസ്പെക്ടർ ബൽറാം എന്നൊരു പേര് ഉണ്ടാവുകയും പിന്നീട് ഇൻസ്പെക്ടർ ബൽറാം എന്ന പേരിൽ തന്നെ പടങ്ങൾ വരികയും വളരെയധികം പോലീസ് വേഷങ്ങളുള്ള പടങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ എനിക്ക് അഭിമാനത്തോടെ പറയാൻ സാധിക്കുന്നത് ഇപ്പോഴും ആവനാഴി പോലുള്ള ഒരു പടം ഉണ്ടായിട്ടില്ല. IV ശശി എന്നുള്ളൊരു കലാകാരന്റെ അദ്ദേഹത്തെ പോലൊരു ക്രാഫ്റ്റ്മാനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. വളരെയധികം ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ അവനാഴിയുടെ അവസാനത്തെ ക്ലൈമാക്സ് എന്നൊക്കെ പറയുന്നത് റിയൽ പോലീസുകാരെ നമ്മുടെ ക്യാമ്പിൽ നിന്നൊക്കെ അന്നത്തെ സാധ്യത ഉപയോഗിച്ചിട്ടുകയും അവരെയൊക്കെ ഒരേ ഫ്രെയിമിൽ നിലനിർത്തിക്കൊണ്ട് വളരെ നല്ല രീതിയിൽ അത് പിക്ചറൈസ് ചെയ്യാൻ IV ശശിയെ പുനരാക്കാൻ സാധിക്കുകയുള്ളൂ. ഈ 100 പേരെ ഉൾപ്പെടുത്തും. അവർക്കെല്ലാം പ്രാധാന്യം നൽകുന്ന ഒരു സംവിധായകൻ. അതോടൊപ്പം തന്നെ T. ദാമോദരന്റെ അതിശക്തമായ തിരക്കഥ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച ഒരു തിരക്കഥാകൃത്താണ് അദ്ദേഹവും മൺമറഞ്ഞുപോയി. പക്ഷേ ഈ ഒരു ചിത്രത്തിന്റെ ഒരു വരവോടുകൂടി ഒരു നമ്മുടെ ന്യൂ ജനറേഷൻ ആവേശപരമായി കാത്തിരിക്കും, കാണും എന്ന് തന്നെ തീർച്ചയാക്കാം അല്ലെ. ആവനാഴിയുടെ റിലീസ് സ്റ്റൈൽ. അതോടൊപ്പം തന്നെ ഇത് വിതരണം ചെയ്യുന്ന നമ്മുടെ ട്രാവൻകൂർ കൊച്ചി ഏരിയ ഏറ്റെടുത്ത് വിതരണം ചെയ്ത സ്നേഹ മൂവീസിന്റെ ഉടമസ്ഥൻ നെൽസൺ രണ്ടു വാക്ക് സംസാരിക്കും. നമസ്കാരം. ആവനാഴി എന്ന ചിത്രം 38 വർഷങ്ങൾക്ക് മുമ്പ് പ്രൊഡ്യൂസ് ചെയ്ത ഷാൻ സാബ് നമ്മളോടൊപ്പമുണ്ട്. അദ്ദേഹം ആ ചിത്രത്തെ പറ്റി വളരെ മനോഹരമായിട്ട് അന്ന് ആ ചിത്രം വിജയിച്ചതും ആ വിജയത്തിന് ജനങ്ങൾ നൽകിയ സപ്പോർട്ടും എല്ലാം വളരെ വിശദമായി വിശദീകരിക്കുകയുണ്ടായി. ഇപ്പോൾ റിലീസ് ചെയ്യുന്ന ആവനാഴി ജനുവരി 17 കേരളത്തിലെ ഏകദേശം 80-100 തിയേറ്ററുകളോളം പ്രദർശിപ്പിക്കുകയാണ്. ഈ 100 തിയേറ്ററുകൾ പ്രദർശിപ്പിക്കുമ്പോൾ ഈ ന്യൂ ജനറേഷൻ ഈ സിനിമ കണ്ട ഈ സിനിമയെ വൻ വിജയത്തിലേക്ക് എത്തിക്കണമെങ്കിൽ അതിൽ മുഖ്യ പങ്ക് വഹിക്കേണ്ടത് മാധ്യമപ്രവർത്തകരാണ്. കാരണം ഒരു സിനിമയെ നന്നാക്കാനും ഒരു സിനിമയെ മോശമാക്കാനും
മാധ്യമപ്രവർത്തകർക്ക് മാത്രമാണ് സാധിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങളുടെ ഏവരുടെയും സഹായം ഈ അവനാഴി എന്ന ചിത്രത്തിൽ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. സംസാരിക്കുന്നത് മുതിർന്ന സിനിമാ പ്രവർത്തകൻ, അതിലുപരി വല്ലാങ്കുഴി എന്ന ചിത്രം സംവിധാനം ചെയ്ത് സാംബശിവൻ എന്ന അതുല്യ കഥാകാരൻ എന്ന കഥാപ്രസംഗം ആ കാതികിനെ വെളുത്തിരി നായകനെ അഭിനയിപ്പിച്ചുകൊണ്ട് സംവിധാനം ചെയ്ത സംവിധായകനാണ് നമ്മൾ മുന്നിലിരിക്കുന്നത്. എൻ ശ്രീധരൻ സാറിന് വാക്ക് അവനാഴിയൊക്കെ റിലീസിംഗ് സമയത്ത് നല്ല ആവേശത്തോടെ കണ്ടിരുന്ന വ്യക്തിയാണ് കൂടെ ഉണ്ടായിരുന്നത്. അപ്പം പുതിയ തലമുറയ്ക്കൊന്ന് പറഞ്ഞു കൊടുക്കും അവർക്ക് കാര്യങ്ങളൊക്കെ. എനിക്ക് വ്യത്യസ്തമായ ചില അഭിപ്രായങ്ങൾ പറയാനുണ്ട്. ഞാൻ ഈ കാലഘട്ടത്തിൻ്റെ ഈ മാറ്റം അനുസരിച്ച്, സാങ്കേതിക വിദ്യയുടെ ഈ മാറ്റം അനുസരിച്ച് സിനിമയിൽ പുതിയ പല കാര്യങ്ങളും ചെയ്യും. പുതിയതായിട്ടല്ല, പഴയതിന് പുതിയ തലമുറയ്ക്ക് ആസ്വാദികരമായ രീതിയിൽ അതിനെ പാകപ്പെടുത്തി വെക്കാനുള്ള ടെക്നോളജി വളർന്നിട്ടുണ്ട്. ഞാൻ വരുന്ന രീതിയിലുള്ള ശശി സാങ്കേതികമാകാൻ അവരുടെയൊക്കെ അപാരമായ കഴിവുകൊണ്ട് ഞാൻ അന്തം വിട്ട് നോക്കുന്നു. ഞാൻ ആ സമയത്തൊക്കെ ഞാൻ വളരെ സുഹൃത്താണ് ശശിയാണ് ആവശ്യമുണ്ട്. അപ്പോൾ ശ്രമിച്ചെങ്കിലും ശശിയൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് സംശയത്തോടെ നോക്കും. അപാര കഴിവുകൾക്ക് അറിയാൻ അതൊന്നും സിനിമാ ഫീൽഡ് വിഷയമുണ്ട്. അതിനൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെ ഈ കാലഘട്ടത്തിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കഴിഞ്ഞിട്ട് കളറിലേക്ക് വന്നു വലിയ മാറ്റം വരുത്തി തലമുറയിൽ വലിയ അതിശയമായിരുന്നു സിനിമ. പുതിയ സാങ്കേതികവിദ്യ വളർന്നു കഴിഞ്ഞിട്ടുള്ള ഈ ഡോൾബി സിസ്റ്റം വന്നു, ഓക്കെ വന്നു. അപ്പോൾ അതിനകത്തുള്ള ഒരു മാറ്റം പുതിയ സിനിമയിൽ എല്ലാവരും പ്രകടമായിട്ട് കാണാൻ പറ്റില്ല. പക്ഷേ പഴയ സിനിമ ആ രീതിയിൽ പാകപ്പെടുത്തി എടുത്തപ്പോൾ ആസ്വദിക്കാൻ പറ്റുമെന്നുള്ളത് അറിഞ്ഞ വളരെ വിജയം നോക്കിയപ്പോൾ അത് വളരെ വിജയമായിട്ട് തോന്നുന്നു. ഇത് മുന്നോട്ട് കൂടെ നന്നായി വരുമെന്ന് വിശ്വസിക്കുന്നു റീമാസ്റ്ററിങ്. എനിക്ക് പറയാനുള്ള ഒരു പ്രത്യേക കാര്യം, റീമാസ്റ്ററിങ്ങിൻ്റെ രംഗത്തേക്ക് നമ്മൾ പുതിയ തലമുറയ്ക്കും പഴയ തലമുറയ്ക്കും ആസ്വദിക്കാവുന്ന രീതിയിൽ നമ്മുടെ ക്ലാസിക്കൽ സിനിമകളുണ്ട്. പഴയ പ്രധാനമായിട്ട് എടുത്തു പറയാനുള്ളത് ഇരുട്ടിൻ്റെ ആത്മാവ്, നെന്മാലിയും, ഓളവും തീരവും, അങ്ങനെ കുറേ ഹിറ്റ് ഇത് പുതിയ ജനറേഷൻ അത് ഈ പുതിയ ടെക്നോളജി ഉപയോഗിച്ചിട്ട് അതുകൂടെ റീമാസ്റ്റർ ചെയ്യുകയാണെങ്കിൽ വളരെ വളരെ വിജയമായിരിക്കും എന്ന് തോന്നുന്നുണ്ട്. അതിന് സാറിനെപ്പോലുള്ള ആളുകൾ അതിലൂടെ ഒന്ന് ശ്രദ്ധ കൊടുത്താൽ നന്നായിരിക്കും എന്ന് തോന്നുന്നു. അത്ര വലിയ എക്സ്പെൻസീവ് അല്ലല്ലോ. ഇവർ കണ്ടിട്ടില്ല നിർമ്മാല്യം. അതിൻ്റെയൊക്കെ പ്രമേയം അത്ര വളരെയധികം മെച്ചപ്പെട്ട പ്രമേയങ്ങളാണ് എല്ലാത്തിനും. ഇരുട്ടിൻ്റെ ആത്മാവ്, പ്രേമശ്വരൻ്റെ അംഗീകാരങ്ങൾ കിട്ടിയ പടങ്ങൾ, പഴയ കുറേ പടങ്ങളുണ്ട്. അത് പുതിയ ജനറേഷന് ആസ്വദിക്കത്തക്ക രീതിയിൽ സാങ്കേതികവിദ്യ അതിനുവേണ്ടി ഉപയോഗിച്ച് ചെയ്യുമ്പോൾ അതൊരു വലിയ ഒരു മാറ്റമായിരിക്കും എനിക്ക് തോന്നുന്നു. കുറേയേറെ സിനിമകളുണ്ട് ഞാൻ കൂടെ പ്രവർത്തിച്ചിട്ടുള്ളതും എനിക്കറിയാവുന്നതും ഞങ്ങൾ തന്നെ കണ്ട് വളരെ ആസ്വദിച്ചിട്ടുള്ള സിനിമകളാണ് നിർമ്മാല്യം, ഇരുട്ടിൻ്റെ ആത്മാവ്, ഓളവും തീരവും. ഇങ്ങനെ കുറേ അതൊക്കെ റീമാസ്റ്റർ ചെയ്താൽ എങ്ങനെയാകും എന്നറിയത്തില്ല. അതിനോടൊരു ശ്രമം നടത്തിയാൽ പുതിയ ജനറേഷൻ അതൊരു അറിവ് പകർന്നു കൊടുക്കുകയും വലിയൊരു സംസ്കാരത്തിൻ്റെ തൊഴിൽ കൂടായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ സൈഡിലൂടെ ഇറങ്ങുകയാണ്, ചുമതല തുടങ്ങി അങ്ങോട്ട്. അതിൻ്റെ ആദ്യപടിയായിട്ട് ആവനാഴി ഇറക്കുന്നു. ഇതിൻ്റെ ഔട്ട്സൈഡ് കേരള ഡിസ്ട്രിബ്യൂഷൻ റോഷിക എൻ്റർപ്രൈസ് ഇതിൻ്റെ ഓണറായ പവൻകുമാർ. അതുമാത്രമല്ല മലയാള സിനിമയിൽ നിരവധി ചിത്രങ്ങൾ അന്യഭാഷകളിൽ നമ്മുടെ പടം കാണുവാൻ വേണ്ടി എല്ലാവർക്കും അവസരം ഒരുക്കി കൊടുത്തൊരു നിർമ്മാതാവാണ് പവൻജി. മിക്ക പടങ്ങളിലെയും തമിഴ്, ഹിന്ദി കൂടുതൽ ഹിന്ദി അന്യഭാഷ ഡബ്ബിംഗ് റൈറ്റ്സുകൾ ഒക്കെ കൊടുത്തു. മിക്ക പടങ്ങളിലും മിക്ക ആർട്ടിസ്റ്റും മലയാളം സംസാരിച്ച് നമ്മൾ യൂട്യൂബിൽ നോക്കുമ്പോൾ ഹിന്ദിയിൽ ഡബ് ചെയ്ത് കാണാം. അതിൻ്റെ കാരണക്കാരൻ്റെ ഒരു റിപ്പോർട്ട് ഡബ്ബിംഗ് റൈറ്റ്സിൻ്റെ ഒരു എന്താ പറയുക അമരക്കാരനാണ് മലയാള സിനിമയിൽ. അദ്ദേഹത്തിനാണ് ഈ ബുദ്ധി ആശയം തോന്നിയത് ആവനാഴി വീണ്ടും എത്തിച്ചേരുന്നതാണെന്ന്. പിന്നെ വേറെ സർപ്രൈസ് കൂടെ നമ്മുടെ മാധ്യമപ്രവർത്തകർക്ക് തരാൻ അദ്ദേഹം റിപ്പോർട്ട്. കാര്യം ഈ ആവനാഴി കഴിഞ്ഞ് ഇറങ്ങുന്ന വേറൊരു സർപ്രൈസാണ്. അതിനകത്ത് ഒരു എന്താ ഞാൻ പറയുന്നില്ല, പറഞ്ഞോളൂ, അതുകൂടെ അദ്ദേഹം പറയും. കാര്യം ഇന്ന് മലയാളികൾ ജീവിച്ചിരിപ്പില്ല, പക്ഷേ എല്ലാവരുടെയും മനസ്സിൽ ജീവിച്ചിരിപ്പുള്ളൊരു നടനുണ്ട്. ആ നടൻ്റെ ഉദയമായ ചിത്രം വീണ്ടും എത്തിക്കുകയാണ്. അതിനെക്കുറിച്ച് കൂടുതൽ ആ സസ്പെൻസ് എന്താണെന്നുള്ള ഹാപ്പി ന്യൂസ് നിങ്ങൾക്കായി പവൻകുമാർജി ഷെയർ ചെയ്യും. രണ്ടു വാക്ക് സംസാരിക്കണം അവനാഴിയെക്കുറിച്ചും നമ്മുടെ അടുത്ത പ്രൊജക്റ്റിനെ കുറിച്ചും. നമസ്കാരം. ആക്ച്വലി എൻ്റെ ലാംഗ്വേജ് ചിലപ്പോൾ പ്രശ്നമാണ്. നോർത്ത് ഇന്ത്യനാണ്.
കേരളത്തിൽ 50 വർഷമായി ഈ ഫീൽഡിൽ ഉണ്ട്. 83 ഫീൽഡിൽ ഉണ്ട്. മമ്മൂട്ടിയുടെ ഈ സമയത്ത് ഓഡിയോ കേസിൽ ആ രാത്രി പടത്തിൻ്റെ വെച്ചിട്ട് നമ്മൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ 1949 പടം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ദിലീപിനെ വെച്ചിട്ട് ആദ്യം പടം നമ്മളെ പടത്തിൽ വെച്ചിട്ട് നായകനാവണം. മലയാള മാസം ചിങ്ങവണ്. 150 സിനിമയുടെ ഓഡിയോ റൈറ്റ്സ്, 900 സിനിമയുടെ VCD DVD റൈറ്റ്സ് മേടിച്ചിട്ടുണ്ട്. കുറേ തെലുങ്കിന് മലയാളം ഡബ് ചെയ്തിട്ടുണ്ട്. ഒരു മോർ ദാൻ 200-300 സിനിമയുടെ ഹിന്ദി ഡബിങ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മാമാങ്കം, ബിഗ് ബ്രദർ, കായംകുളം കൊച്ചു ഇങ്ങനെ വലിയ സിനിമയുടെ എല്ലാം നോർത്ത് ഇന്ത്യൻ ഡബിങ് റൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ആവനായി പറഞ്ഞ ഇതിൻ്റെ VCD DVD ഇറക്കിയാണ് 2010. അപ്പോൾ ഇതിൻ്റെ ഈ സമയത്ത് ഓൾറെഡി ഞാൻ നെഗറ്റീവിനെ ട്രാൻസ്ഫർ ചെയ്ത് പ്രിൻറ്റ് നമ്മുടെ കയ്യിലുണ്ടായി. പിന്നെ മലയാള സിനിമ പറഞ്ഞാൽ എല്ലാ സിനിമ നമ്മൾ കാണും. നമ്മുടെ സിനിമയുടെ ബന്ധമാണ്. കാരണം സിനിമയിൽ പണ്ട് പാട്ട് എടുക്കുമ്പോൾ കുറേ സിനിമയിൽ പാട്ട് കട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ മേടിക്കുന്ന ഒരു സോങ്സിൻ്റെ വെച്ചിട്ട് കാശ് കൊടുക്കണം. അങ്ങനെ പ്രത്യേകിച്ച് എല്ലാം സിനിമ കാണും. ഏത് സിനിമ ഹിറ്റാണ്, ഏതാ ഒരുമാതിരി സിനിമ, അത്ര സിനിമ ഓടിയിട്ടുണ്ട്, ഏതാ ക്ലാസിക്കൽ സിനിമ, കുറേ ഐഡിയ ഉണ്ടായി. ഇങ്ങനെ ഈ ആവനായി പറഞ്ഞ മോഹൻലാലിൻ്റെ 2-3 സിനിമ റിലീസ് ചെയ്തപ്പോൾ ദേവദൂതൻ, മണിച്ചിത്രത്താഴ്, സ്ഫടികം ചെയ്തപ്പോൾ ഒരു മമ്മൂട്ടിയുടെ ഒരു സിനിമ ആവട്ടെ. മമ്മൂട്ടിയുടെ മേടിക്കാൻ സമയത്ത് മമ്മൂട്ടിയുടെ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുണ്ടായില്ല. ഇത് കഴിഞ്ഞിട്ട് മുമ്പ് ഇത് കഴിഞ്ഞിട്ട് വലിയേട്ടനെല്ലാം വന്ന് നമ്മുടെ കുറച്ച് വർക്ക് ചെയ്യാൻ വേണ്ടി കുറേ താമസിച്ച് പോയി. കറക്റ്റ് ക്വാളിറ്റി 7.1 ഡോൾബിലാക്കാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി. നന്നായിട്ട് നമ്മൾ ഈ വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ അവനെ മാക്സിമം വർക്ക് ചെയ്തിട്ട് അയക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ 17-3 റിലീസ് വെച്ചാണ്. കുറച്ച് തിയേറ്ററിൻ്റെ പ്രശ്നമുള്ള കാരണം 17 റിലീസ് ഇപ്പോൾ കൺഫേം ആക്കിയിട്ടുണ്ട്. അടുത്ത് ഇനി കുറേ സിനിമ ഇവിടെ അടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത മാസം ഫെബ്രുവരി 28 നമ്മൾ ജയൻ്റെ സിനിമ 2 സിനിമ ഇപ്പോൾ റൈറ്റ്സ് മേടിച്ചിട്ടുണ്ട്. ചെന്നൈയിൽ വർക്ക് നടക്കുന്നുണ്ട്. മീൻ പറഞ്ഞ സിനിമ ജയൻ്റെ സരപഞ്ചനം ആദ്യം വരാൻ പോകുന്ന ഫിലിം സരപഞ്ചനാണ്. ഇതിൻ്റെ വർക്ക് ഒരുമാതിരി ഫെബ്രുവരി 28 റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമയാണ്. മീനിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. എന്നാൽ പിന്നെ 1-2 മോഹൻലാൽ സിനിമ കൂടിയെല്ലാം സംസാരിച്ച് ആക്കിയിട്ടുണ്ട്. റിലീസറ് നമുക്ക് പുതിയ സിനിമ ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ കോസ്റ്റ് കൂടി. നമ്മുടെ ബഡ്ജറ്റിൽ നമ്മുടെ ഈ ബിസിനസ്സായി കാരണം നമ്മൾ ഇതിൻ്റെ ഒരു പുതിയ രംഗത്ത് ട്രൈ ചെയ്ത് നോക്കണമാണ്. അത്ര സക്സസ് ആവും നമുക്ക് അറിയില്ല. നമുക്ക് പിന്നെ എല്ലാം ഡബിങ് റൈറ്റ്സ് എല്ലാം ലാംഗ്വേജിലും ഉണ്ട്. കാരണം ഒരു മാക്സിമം ട്രൈ ചെയ്തിട്ട് അതിന് ആവനായി പറഞ്ഞ സിനിമ ഇറക്കാൻ പോകണം. അയാളുടെ മുമ്പ് തമിഴ് സിനിമ ഗജനി പറഞ്ഞ സിനിമ റീമാസ്റ്റർ ചെയ്തിട്ട് 5-6 മാസം മുമ്പ് തിയേറ്ററിലൂടെ ഇറക്കിയിട്ടുണ്ടായി. തമിഴ്നാട്ടിൽ ഈ സിനിമ അത്ര ഓടിയില്ലെങ്കിൽ കേരളത്തിൽ ഈ സിനിമ ഭയങ്കര സൂപ്പർ സക്സസ് ആണ്. ഇവിടെ നമ്മുടെ സൂര്യയുടെ ഫാൻസ് എല്ലാം ട്രിവാൻഡ്രമിൽ ആദ്യത്തെ ദിവസം പടം ഭയങ്കര ഫുള്ളുണ്ടായി. കേരളത്തിൽ തന്നെ എനിക്ക് 1 കോടിയുടെ മേലെ കളക്ഷൻ ഉണ്ടായി. കാരണം ഒരു നല്ലൊരു സിനിമ നമ്മൾ ചെയ്തിട്ടുണ്ട്. മാക്സിമം നല്ല സിനിമ തിയേറ്ററിൽ വരാൻ വേണ്ടിയാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ അടുത്ത ഇനി നമ്മൾ 2 മമ്മൂട്ടിയുടെ കഴിഞ്ഞിട്ട് 2 അടുത്ത ജയൻ്റെ സിനിമ ഇറങ്ങാൻ പോകണം. പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. താങ്ക് യു. കാണട്ടെ എന്ന് പറഞ്ഞു ഇതോടെ സംസാരിച്ചു. നമുക്കുള്ള പ്രതീക്ഷ പോലാണ് അദ്ദേഹത്തിന്. ഈ ഇൻസ്പെക്ടർ ബൽറാം എന്ന് പറയുന്ന കഥാപാത്രം ഇൻസ്പെക്ടർ ബൽറാം എന്ന് പറഞ്ഞ സിനിമ അവനായി കഴിക്കും. അതെ, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിലും അഡ്വാൻസ്ഡ് ആയിട്ട് അത് കുറച്ച് കഴിഞ്ഞിട്ടുള്ള കാലഘട്ടത്തിൻ്റെ. അപ്പോൾ അതാണ് ആദ്യം ഇറക്കിയിരുന്നെങ്കിൽ അതിനുശേഷം അവരാണ് ഇറക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടി ഇല്ല. അവനെ ഇറങ്ങിക്കഴിഞ്ഞ് അതിനിറങ്ങിയാൽ അതിന് കുറച്ചുകൂടി പ്രയോജനം കിട്ടും. ആവനാഴിയാണ് ഇൻസ്പെക്ടർ ബൽറാമിന്റെ ബേസ്. ഇൻസ്പെക്ടർ ബൽറാം എങ്ങനെ ഉണ്ടായി? ആവനാഴി കൂടാണ് ഉണ്ടായത്. നമ്മൾ 2 സിനിമയും കാണുമ്പോൾ രണ്ട് പ്രമേയമാണ്. ക്യാരക്ടർ ഇൻസ്പെക്ടർ ബൽറാം എന്നുള്ള ക്യാരക്ടർ ഉണ്ടായത് ആവനാഴി നിന്നാണ്. അതുകൊണ്ട് ഇൻസ്പെക്ടർ ബൽറാം അത് എനിക്ക് വേറെ കമന്റ് ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ ആവനാഴി തന്നെ ആയിരിക്കും. അതെ, എങ്ങനെ അത് അദ്ദേഹം ആ കലാകാരൻ എങ്ങനെ കണ്ടു, അത് എങ്ങനെ അത് കൊണ്ടുനടന്നു, ഇന്നത്തെ കാലഘട്ടത്തിൽ നടക്കത്തില്ല.
അന്നത്തെ ഐ വി ശശി എന്ന് പറയുന്ന ഒരു കലാകാരനെ പോലെ ഒരു കലാകാരൻ ഉണ്ടായിട്ടില്ല എന്നെ സംബന്ധിച്ച്. കാര്യം നമ്മളിപ്പോഴത്തെ ഏത് പടങ്ങൾ നോക്കിയാലും ഒരു സ്റ്റാർ, ഇപ്പം മമ്മൂട്ടിയാണ്, മമ്മൂട്ടിയെ ബേസ് ചെയ്തിട്ട് മാത്രമാണ് പോകുന്നത്, അല്ലെങ്കിൽ ലാലാണെങ്കിൽ ലാലിനെ ബേസ് ചെയ്തിട്ടാണ് പോകുന്നത്. പക്ഷേ ഒരു സിനിമയിൽ വരുന്ന എല്ലാ കലാകാരന്മാർക്കും അതിൻ്റെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു സിനിമ ഉണ്ടാക്കുന്നതിന് വളരെ പ്രയാസമേറിയ കാര്യമാണ്. അത് ഐ വി ശശിയെ പോലുള്ള കലാകാരന് സാധിച്ചു. അതിൻ്റെ വിജയമാണ് ആ കാലഘട്ടത്തിൽ. 38 വർഷം മുമ്പാണ് ഇത് സംഭവിച്ചതെന്ന് വിചാരിക്കണം. അന്ന് ഇത്രയും ടെക്നോളജി ഇല്ല. അതെ, അന്ന് വളരെ ചലഞ്ചായിരുന്നല്ലോ. കാര്യം അന്ന് ആ കാലഘട്ടത്തിൽ വളരെ റിസ്ക് എടുത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു ഞങ്ങളുടെ കമ്പനി. അപ്പം ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പണം മുടക്കി ചെയ്ത ഒരു സിനിമയാണ് അവനാടി. ആ റിസ്ക് എടുത്തു, അതിന് പ്രയോജനം കിട്ടി. നമ്മുടെ ശോഭരാജ്, ക്യാപ്റ്റൻ രാജു, അദ്ദേഹത്തിൻ്റെ ഒരു റീബർത്തല്ല, ബെർത്താണ്. കാര്യം അത്ര ഒരു വില്ലൻ ഉണ്ടായതുകൊണ്ടാണ് ഇൻസ്പെക്ടർ ബൽറാമായി വന്നത്. എപ്പോഴും ഒരു നായകനടന് ഒരു ശക്തമായ ഒരു വില്ലൻ വേണം. പണ്ട് കാലഘട്ടത്തിലെ ആദ്യ കാലഘട്ടത്തിൽ നസീർ സാർ വരുമ്പോൾ ഉമ്മർ സാറായിരിക്കും അതിൻ്റെ വില്ലൻ. അത്യാവശ്യം വേറെ വില്ലൻ വന്നാലും അന്ന് പടം വിജയിക്കത്തില്ല. പക്ഷേ അവനായി കൂടെ ഒരു ശോഭരാജ് എന്നുള്ളൊരു പുതുമുഖം, ഒരു നടൻ, അത്ര ശക്തമായൊരു കഥാപാത്രത്തിന് നമുക്ക് ശശി സാറിന് അത് അവതരിപ്പിക്കാൻ സാധിച്ചു. ശോഭരാജിൻ്റെ വിജയമാണ് ഇൻസ്പെക്ടർ ബൽറാമിൻ്റെ വിജയം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. സിനിമ എന്ന് പറയുന്നത് പ്രതീക്ഷയാണ്. ഒരു ഗ്യാരണ്ടീഡ് ബിസിനസ്സായിട്ട് കരുതാൻ സാധിക്കത്തില്ല. സിനിമ എന്ന് പറയുന്ന ഇപ്പം മഞ്ഞുമേൽ ബോയ്സ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയൊരു പിക്ചറാണ്. അത് പറയുന്നത് ശരിയാണെന്ന് എനിക്കറിയില്ല. അവരത് നിർമ്മിക്കാൻ പൂർത്തീകരിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുകയും പിന്നീട് അത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ലൊരു സിനിമയായി മാറി. അതേപോലെ തന്നെ പ്രതീക്ഷ വെക്കുന്ന പല പടങ്ങളും ഓടാതെയും പ്രതീക്ഷ വെക്കാത്ത പല പടങ്ങളും വൻ ഹിറ്റുകളായി മാറുകയും ചെയ്യുന്നതാണ്. അതാണ് സിനിമ. പണ്ടും അതായിരുന്നു, ഇപ്പോഴും അത്. പിന്നീട് ഞാനൊക്കെ സിനിമ എടുത്തുള്ള 1981 തൊട്ട് 91 ഒരു 10 വർഷമാണ് ഞാൻ സിനിമ എടുത്തിട്ടുള്ളത്. ആ കാലഘട്ടത്തിൽ ഫാമിലി ഓറിയന്റഡ് പടങ്ങളായിരുന്നു കൂടുതൽ. ഞങ്ങളൊക്കെ ഇവിടെ തിയേറ്റേഴ്സൊക്കെ അതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സൊക്കെ ഇരിപ്പുണ്ട്. ഞങ്ങൾക്കൊരു മിനിമം ഗ്യാരണ്ടി ഒന്ന് കിട്ടുമായിരുന്നു. അന്ന് ഈ ഇതുപോലെ 100 തിയേറ്ററോ 200 തിയേറ്റർ റിലീസിങ് ഇല്ല. മാക്സിമം കിട്ടുന്ന 21 തിയേറ്റർ, അല്ലെങ്കിൽ 14 തിയേറ്റർ ഞങ്ങൾക്ക് റിലീസിങ് കിട്ടത്തുള്ളൂ. ബി കൂടെ ചേർത്തിട്ടാണ് 21 തിയേറ്ററിൽ ഇറങ്ങുന്നത്. പക്ഷേ എങ്ങനെ ഓടിയാലും അന്നൊരു 1200 തിയേറ്റർ ഒരു 2 വർഷം കൊണ്ട് ഓടിക്കാൻ സാധിക്കുമായിരുന്നു. ഞങ്ങളുടെയൊക്കെ മിക്ക പടങ്ങളും മുടക്ക് മുതലോ അതിൽ ചെറിയ ലാഭമോ കിട്ടുമായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലം അതല്ല. ഇന്ന് 10, 200, 200, 300 തിയേറ്റർ ഇറങ്ങുകയും ചിലപ്പോൾ ഫസ്റ്റ് ഷോ തന്നെ ഹോൾഡാറാവുകയും ചെയ്യുന്നതാണ് പ്രതിഭാസം. അല്ലെങ്കിൽ വൻ ഹിറ്റിലോട്ട് പോകുന്നു. അതുകൊണ്ട് സിനിമ ഇന്നും പ്രതീക്ഷയാണ്, നാളെ പ്രതീക്ഷയാണ്, എന്നും പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷ കൊണ്ടാണ് നിങ്ങളെല്ലാവരും ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. കൂടി റിലീസ് ചെയ്യാനുണ്ട്. വേൾഡ് വൈഡ് മൊത്തം റിലീസ് 17 ഗൾഫ് കൺട്രി മൊത്തം ഉണ്ട്. ഖത്തർ, ദുബായ് എല്ലാ സ്ഥലത്തും മൊത്തം 17 റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലണ്ടൻ കഴിഞ്ഞ ദിവസം സെൻസർ ചെയ്തിട്ടുണ്ട്, രാജ്യം സെൻസർ ആയിട്ടുണ്ട്. അപ്പോൾ മാക്സിമം കൺട്രിയിൽ റിലീസ് ചെയ്യുന്നുണ്ട്. കേരള വീട്ടിൻ്റെ കൂടി തമിഴ്നാട്, ബാംഗ്ലൂർ, ഹൈദരാബാദ് എല്ലാം കൂടി റിലീസുണ്ട്. തിയേറ്ററിന് ബുദ്ധിമുട്ടില്ല. ഒരു ഹിറ്റ് പടമാണ്. ഷോസ് ചിലപ്പോൾ കൂടുതൽ കിട്ടിയിട്ടുണ്ടാവില്ല. തിയേറ്ററെല്ലാം നമ്മൾ ആവശ്യമുള്ള തിയേറ്റർ കൂടുതൽ തിയേറ്ററിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. കേരള വിട്ടിട്ട് കുറച്ച് തിയേറ്റർ പ്രശ്നമുണ്ട്. കാരണം തമിഴ് പടമെല്ലാം കൂടുതൽ റിലീസുള്ള കാരണം ചെന്നൈ ഒന്നും തിയേറ്റർ കുറവ് കിട്ടിയുള്ളൂ. പക്ഷെ നമ്മൾ അത്ര എക്സ്പെക്ട് ചെയ്യുന്നേ ഉള്ളൂ.
നമ്മൾ മെയിൻ എക്സ്പെർട്ട് നമ്മൾ കേരളമാണ്, കേരള ഗൾഫ് കൺട്രീസാണ്. അപ്പോൾ നമുക്ക് നല്ല തിയേറ്റർ കിട്ടിയിട്ടുണ്ട്. ഈ 3-ാം തീയതി റിലീസ് മാറ്റുന്ന കാരണം എന്ന് പറഞ്ഞാൽ 3-ാം തീയതി 8-9 പടം റിലീസുള്ള കാരണം നമ്മൾ റിലീസ് മാറ്റി വെച്ചാണ്. 3-ാം തീയതി കൂടി നമുക്ക് തിയേറ്ററുണ്ടായി. അപ്പോൾ ഇത് തിയേറ്റർ എല്ലാം കൂടി ഒന്നിച്ച് എത്ര പടം വരും, ചില പടം ബാധിക്കും. കാരണം നമ്മൾ 17-ാം തീയതി മാറ്റി വെച്ചിട്ടുണ്ട്. പടം നമ്മുടെ അവനായി പറഞ്ഞ പടം സെപ്പറേറ്റ് സബ്ജക്റ്റാണ്. പുതിയ പടമായിട്ട് കോമ്പാരിസൺ ഇല്ല. നമ്മൾ റിലീസ് ഒരു ഹിറ്റ് പടം ചെയ്യാനാണ്. പബ്ലിക് ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്യും നമുക്ക് അറിയില്ല. നമ്മുടെ ഇതിൽ ബെസ്റ്റ് നമ്മുടെ സൈഡിൽ റിലീസ് ചെയ്യാൻ വേണ്ടി ചെയ്യാനാണ് ഇതെല്ലാം. അത് ഫാമിലിയായിട്ട് വരുമ്പോൾ അത് 2000-നോ 1500-നോ വരും. ഒരു ഫാമിലി വരുമ്പോൾ അത് എല്ലാ പടത്തിനും പോസിബിളാണ് ചെയ്യുന്നത്. 7 റിലീസ് 6 റിലീസ് ഒക്കെ ഒരു വീട്ടിൽ വരുന്നത്. നല്ലൊരു ക്വസ്റ്റ്യനാണ്. പക്ഷേ എത്ര സിനിമ വന്നാലും അത് കാണുവാൻ വേണ്ടി കാണികളുണ്ട്. അത് തിയേറ്ററിൻ്റെ അവൈലബിലിറ്റി ഇപ്പോൾ പണ്ടത്തെ പോലെ പ്രിൻ്റുകളൊന്നും എടുക്കേണ്ട, എല്ലാം സാറ്റലൈറ്റ് വഴിയാണ് ഇത് വരുന്നത്. അത് മാക്സിമം തിയേറ്റർ കിട്ടുന്നു. ഇപ്പം ഒരാഴ്ച 2 ആഴ്ച ഒന്നും ഓടേണ്ട കാര്യമില്ല. ഒരു 3 ദിവസം ഒരു 100-200 തിയേറ്ററിൽ ഓടാൻ സാധിച്ചാൽ മുടക്ക് മുതലും അതിന് ലാഭവും കിട്ടുന്ന സാഹചര്യമാണ് ഇന്നുള്ളത്. നാളെ ഈ സാഹചര്യം മാറും. നാളെ ഈ റിലീസുകൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ റിലീസ് ചെയ്യാൻ സാധിക്കും. ആ ടെക്നോളജി ഉടൻ തന്നെ വരും. അപ്പോൾ 1 200 സിനിമ വന്നാലും ജനം ഇത് കാണും. ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത്രയും മൾട്ടിപ്ലക്സ് വരുന്ന ആരും പ്രതീക്ഷിച്ചില്ലല്ലോ. ഇപ്പം എൻ്റെ ഭാവനയിൽ ഇപ്പോൾ മിക്ക വീടുകളിലും ഹോം തിയേറ്റേഴ്സ് ഉണ്ട്. ഈ ഹോം തിയേറ്റേഴ്സിൽ ഡയറക്റ്റ് റിലീസ് വരാൻ അധികകാലം വേണ്ട. അത് കഴിഞ്ഞാൽ മൊബൈലിൽ വരും. അപ്പോൾ ഇപ്പോൾ എന്താ തിയേറ്ററിൽ കാണുന്ന സിനിമകൾ ഇപ്പോഴും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഒരിക്കലും മൊബൈലിൽ സുഹൃത്തെ, നിങ്ങൾ മൊബൈലിൽ കാണുന്ന പകുതി സിനിമ തിയേറ്ററിൽ പോയി കാണത്തില്ല. നമ്മുടെ സൗകര്യമാണ് ഇപ്പോൾ കാണുന്നത്. തിയേറ്ററിൽ കാണുന്ന സിനിമ അതിൻ്റെ അനുഭൂതി വേറെയാണ്. പക്ഷെ നമ്മുടെ ഇന്നത്തെ നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ സൗകര്യം, എല്ലാവരുടെയും സൗകര്യം ഇപ്പോൾ ഈ മൊബൈൽ ഫോണിൽ കൂടാണ് നമ്മുടെ ജീവിതം നടക്കുന്നത്. എല്ലാം ഇപ്പോൾ എൻ്റെ ബിസിനസ് ആണെങ്കിലും ഞാൻ ലോകത്തോടെ പോയാലും എൻ്റെ ബിസിനസ് നടക്കുന്ന മുഴുവൻ എൻ്റെ മൊബൈൽ കൂടാണ്. അതേപോലെ തന്നെ നമുക്ക് സമയം കിട്ടുമ്പോൾ സിനിമകൾ കാണുന്ന മൊബൈലിൽ കൂടെ തന്നെയാണ് ഇപ്പോൾ പലരും കാണുന്നത്. ഇത് ഡയറക്റ്റ് റിലീസ് വരാൻ എനിക്ക് സമയം മാത്രമേ ഉള്ളൂ. അത് ഉടനെ തന്നെ വരും. അപ്പം ജനങ്ങൾ കൂടുതൽ സിനിമ കാണും. ഇപ്പോൾ അങ്ങനെ ഒരു ടെക്നോളജി എന്നും വളർന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. മൊബൈലിൽ കൂടെ സിനിമ എടുക്കുന്ന വ്യക്തികളുണ്ട്, വളരെ നല്ല രീതിയിൽ എടുക്കുന്നുണ്ട്. അപ്പം ഇതിനൊന്നും നമ്മൾ പിടിച്ചു കെട്ടാൻ സാധിക്കത്തില്ല. പൈസ മുടക്കാൻ സന്നദ്ധമുള്ളവർ കൂടുതൽ സിനിമകൾ എടുക്കും, കൂടുതൽ വരും. അതുകൊണ്ട് 5-6 എത്ര വന്നാലും ഓടേണ്ട പടങ്ങൾ ഓടാറുണ്ട്. അത് നമ്മൾ സ്വീകരിക്കുക അല്ലെങ്കിൽ തള്ളുക, അത്രേ ഉള്ളൂ. അതായത് ഇപ്പം ഇതിനു മുമ്പ് ഇറങ്ങിയപ്പം ലാലേട്ടൻ്റെ പടമാണെങ്കിലും ഇറങ്ങിയ പല സിനിമകളിലും ഡ്യൂറേഷനിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. അതായത് ഒറിജിനൽ അന്ന് ഇറങ്ങിയിരുന്ന ആദ്യത്തെ പതിപ്പിൻ്റെ തന്നെ അപേക്ഷിച്ച് മുമ്പ് ചിലത് കട്ട് ചെയ്ത് കളഞ്ഞു. അങ്ങനെയുള്ള ചില വ്യത്യാസങ്ങൾ അങ്ങനെ വരുത്തിയിട്ടുണ്ടോ ഈ മൂവിയിൽ? ഇതിൻ്റെ അകത്ത് വരുത്തിയിട്ടില്ല. ഇതിൻ്റെ അകത്ത് അവനായി വരുത്തിയിട്ടില്ല. പക്ഷേ എല്ലാ പടങ്ങളിലും നമ്മൾ കാണുമ്പോൾ അത് തെറ്റ് പറയാൻ സാധിക്കത്തില്ല. പണ്ട് സിനിമ എടുത്തുകൊണ്ടിരുന്നപ്പം 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ വേണമെന്നാണ് ജനം ആഗ്രഹിക്കുന്നത്. കാര്യം അവർക്ക് തിയേറ്ററിൽ പോയി ഇരുന്ന് ചെറിയ ഷോർട്ട് ഫിലിം കാണാൻ താല്പര്യമില്ല. ഇപ്പോൾ ആൾക്കാർക്ക് ഇപ്പോൾ വേണ്ടത് ചെറിയ ഫിലിമാണ് വേണ്ടത്. അവർക്ക് തിയേറ്ററിൽ പോയി 2-3 മണിക്കൂർ ഇരിക്കാൻ താല്പര്യമില്ല. അപ്പം അവർക്ക് 2 മണിക്കൂർ കറക്റ്റായിട്ടുള്ള സിനിമയാണ്. പിന്നെ പഴയ സിനിമ എടുക്കുമ്പോൾ ഇപ്പം താങ്കൾ പറഞ്ഞ പോലെ എന്തെങ്കിലും കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ലാഗ് മനസ്സിലാകും. ആ ലാഗിൽ നിന്ന് ഇപ്പം എൻ്റെ ഒരു എന്നെന്നും കണ്ണേറ്റേണ്ട ഒരു പടം ഫാസിൽ, അന്നത്തെ കാലത്ത് ഏറ്റവും വലിയ സൂപ്പർ സംവിധായകൻ ഫാസിൽ.
എനിക്കും ഫാസിലും തമ്മിൽ അവസാന ക്ലൈമാക്സിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഫാസിലിന് വിട്ടുകൊടുത്തു. പക്ഷെ അത് പ്രതീക്ഷിച്ച പോലെ തിയേറ്ററിൽ അത്ര ഓടിയില്ല. പക്ഷേ അത് റീമേക്ക് ചെയ്തപ്പോൾ അതിൻ്റെ ഡ്രോബാക്ക് ക്ലൈമാക്സ് മാറ്റിയെടുത്തു. അങ്ങനെ വർഷം 16 തമിഴ്നാട്ടിലെ ഏറ്റവും വൺ ഓഫ് ദി സൂപ്പർ ഹിറ്റ് പടമായി മാറി. അതാണ് സിനിമ. നമ്മൾ കാണുമ്പോഴേ അതിൻ്റെ ഡ്രോബാക്ക് മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് അത് തെറ്റാന്ന് പറയുന്നില്ല. ചില പാട്ടുകൾ മാറ്റാം, ചില പാട്ടുകൾ കൂട്ടാം. ചില പല സിനിമകളിലും ഞാൻ മനസ്സിലാക്കുന്ന ഇപ്പോഴും ഉണ്ട്, പല പാട്ടുകൾ എടുത്തിട്ട് പാട്ടുകൾ ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കുന്നില്ല അതിൻ്റെ ദാരിദ്ര്യം കാരണം. അതുകൊണ്ട് ഇപ്പം നിങ്ങൾ തന്നെ മാധ്യമപ്രവർത്തകർ ഷൂട്ട് ചെയ്യുക നടത്തുമ്പോൾ എത്രയോ എഡിറ്റ് ചെയ്ത് കളയും. അതൊക്കെ അതിൻ്റെ അകത്തുള്ളതാണ്. ഈ പുതിയ കാലത്ത് മമ്മൂക്കനെ പടം എടുക്കാൻ ആഗ്രഹമുണ്ടോ? മനുഷ്യന് ആഗ്രഹമില്ലാതെ എല്ലാ മനുഷ്യർക്കും ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മുടെ പഴയകാല സിനിമാ പ്രവർത്തന നിലയിൽ മാറി നിൽക്കുന്നതാണ് നല്ലത്. കാര്യം സാഹചര്യം മാറി. ഇപ്പം മമ്മൂട്ടിക്കൊക്കെ എടുക്കണമെങ്കിൽ മമ്മൂട്ടിക്കൊക്കെ അതിൻ്റെതായ ശക്തമായ കഥാപാത്രങ്ങളില്ലെങ്കിൽ മമ്മൂട്ടിയെ മോഹൻലാലിൻ്റെ പടങ്ങളൊന്നും ഓടത്തില്ല. സാഹചര്യം മാറിപ്പോയി. അതുകൊണ്ട് ആഗ്രഹമില്ല, അത് ചിന്തിക്കുന്നേ ഉള്ളൂ. പക്ഷെ അറിയില്ല. ഈ പണ്ടത്തെ പോലെ വലിയേട്ടൻ്റെ പോലെ അതേപോലെ പടങ്ങൾ എടുത്തു കഴിഞ്ഞാൽ മമ്മൂട്ടി ഇപ്പോഴത്തെ ഇപ്പം മാർഗോ പോലുള്ള ഒരു പടം നിൽക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു സിനിമ എന്ന് പറയുന്നത് ആസ്വാദനമാണ്. നമ്മുടെ പ്രതീക്ഷയ്ക്ക് ഉപരി വേണം. ഒരാളെ ഇടിച്ചാൽ 10 പേർ തിരിച്ചു പോകണം. അതാണ് സിനിമ. റിയാലിറ്റി കാണാൻ സിനിമയ്ക്ക് കാണേണ്ട കാര്യമില്ല. അപ്പോൾ അതേപോലുള്ള ഏതെങ്കിലും സംഭവങ്ങൾ വന്നാൽ ഇറങ്ങിത്തിരിക്കും. പക്ഷേ മമ്മൂട്ടിക്ക് മോഹൻലാൽ ഇപ്പം വേണ്ട ശക്തമായ കഥാപാത്രങ്ങളാണ് വേണ്ടത്. അതിനുള്ള കഥകൾ ഉണ്ടാകണം. ഇപ്പോഴൊക്കെ ചെറിയ ചെറിയ പുതിയ പിള്ളേരുടെ കാലഘട്ടമാണ്. ലഡ്ഡക്കം. അതെ അതെ ഓരോ കാലത്തും ഓരോ അപ്ഡേറ്റ്സാണ്. മലയാള സിനിമ എന്ന് പറയുന്നത് മറ്റുള്ള ഭാഷകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് ഇന്ത്യയിൽ തന്നെ ടോപ്പായിട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ത്രെഡ് വെച്ച് സിനിമ ചെയ്യുക എന്നുള്ളതും അതിൽ നിന്ന് കട വരിക എന്നുള്ളതും പ്രാധാന്യമുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ സിനിമ എടുക്കാത്തത്. കാര്യം എൻ്റെ അപ്രോച്ച്, എൻ്റെ ചിന്ത, ഇപ്പം ഞാൻ ഈ വെള്ള ഷർട്ടാണ് ഇറങ്ങി എൻ്റെ മിക്ക ഷർട്ടുകളും വെള്ളയായിരിക്കും. താങ്കളിടുന്ന ആ സ്റ്റൈലാണെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന നമ്മുടെ മനസ്സിൽ വരുന്ന ഓരോ ഇതുണ്ട്. ആ അഭിരുചിക്കനുസരിച്ച് നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. ഇപ്പോൾ വരുന്ന പുതുതലമുറ അവരൊക്കെ ആക്ഷൻ, അവർക്ക് പല പല സിനിമകൾ കണ്ട് അതിൽ നിന്ന് അവർക്ക് പല പ്രചോദനങ്ങൾ കിട്ടിയിട്ടാണ് അവർ മുമ്പോട്ട് വന്നിട്ടുള്ളത്. അതാണ് അവരുടെ വിജയം. ഇപ്പം നിർമാല്യം എടുത്ത സമയത്ത് നിർമാല്യമാണ് ഏറ്റവും വലിയ സിനിമ. 80 കാലഘട്ടത്തിൽ അവൻ അഴിനിറക്കൂട്ട് അല്ലെങ്കിൽ ന്യൂഡൽഹി അങ്ങനെയുള്ളതാണ് സിനിമകൾ. അത് കഴിഞ്ഞ് ഓരോ കാലഘട്ടത്തിൻ്റെ അനുസരിച്ചാണ് പോകുന്നത്. ഇപ്പം നമുക്ക് 6 ലൈൻ ട്രാഫിക് ഉണ്ട്, പണ്ട് ഇല്ലായിരുന്നു. അല്ല ഇപ്പം മെട്രോ വന്നു. ഇത് ഓരോ കാലഘട്ടത്തിൻ്റെ ആവശ്യം, കാലഘട്ടം മാറുന്നതനുസരിച്ച് നമ്മൾ മാറണം. പക്ഷെ ആ റിവ്യൂ അന്ന് അറിയണമെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം പത്രം വായിക്കണം. ഇന്ന് റിവ്യൂ അറിയണമെങ്കിൽ തിയേറ്ററിൽ നിന്ന് അറിയുകയാണ്. റിവ്യൂവിനെ പേടിക്കാൻ നമ്മളെല്ലാവരും ക്രിട്ടിസൈസ്, എന്നെ വിമർശിക്കാനോ നിങ്ങളെ വിമർശിക്കാനോ എല്ലാവർക്കും അവകാശമുണ്ട്. അതുകൊണ്ട് റിവ്യൂ കൊണ്ട്, നെഗറ്റീവ് റിവ്യൂ കൊണ്ട് പടം പൊളിക്കുക എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് പടം പൊളിഞ്ഞതിൻ്റെ നിരാശ കൊണ്ട് പറയുന്നതേ ഉള്ളൂ. നെഗറ്റീവ് റിവ്യൂ കൊണ്ട് ഒരിക്കലും പടം മോശമാകരുത്. പടത്തിൻ്റെ അകത്തുണ്ടെങ്കിൽ പടം ഓടിയിരിക്കും. അതുകൊണ്ട് അതൊരു എസ്കേപ്പിസം എന്നേ ഞാൻ പറയത്തുള്ളൂ. നെഗറ്റീവ് റിവ്യൂ ചിലപ്പോൾ പടം ഓടില്ലായിരിക്കും. പക്ഷെ ഒരു വലിയ പടം, വലിയ ഹൈറ്റിലുള്ള പടം വരുമ്പോൾ അതിൻ്റെ കൂടെ വരുന്ന ചെറിയ ചെറിയ പടങ്ങളിൽ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന അവസ്ഥ വരുന്നുണ്ട്. അതങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇപ്പം
വളരെ വലിയ പടങ്ങൾക്കിടയിലും ചെറിയ പടങ്ങളിലോ ഓടുന്നുണ്ട്. അവിടാണല്ലോ നമ്മുടെ ഈ റിവ്യൂസോ അല്ലെങ്കിൽ നിങ്ങളുടെ മൗത്ത് പബ്ലിസിറ്റി എന്ന് പറയുന്നത്. എടാ ആ പടം കൊള്ളാം, ആ പടം ആരെങ്കിലും കാണാതിരിക്കത്തില്ല. ആ പടങ്ങൾ കാണുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കളെ വിളിച്ചു, എടാ അതാ പടമാണ് നല്ലത്, പടം ഓടും. പടം നല്ലതാണ്, എവിടെ ആണെങ്കിൽ പടം ഓടും. വലിയ പടം എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. പല്ലേ ഇപ്പം നമ്മുടെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് ഈ അടുത്ത് ഇറങ്ങിയ പല പടങ്ങളും ഓടിയിട്ടില്ല. അതുകൊണ്ട് ആ കാലഘട്ടമെല്ലാം പോയി. ഇപ്പം ഇവിടെ അങ്ങനെ പല പ്രഗത്ഭരായ പടങ്ങൾ ഓടുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പം മാർക്കോ ഭയങ്കരമായിട്ട് ഓടിയിരുന്നു. മാർക്കോ എന്തുകൊണ്ട് ഓടി? ആ ഓടിയതിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട, അല്ലാതെ മറ്റേ പടം ഓടിയില്ല അല്ലെങ്കിൽ അതിൻ്റെ ഐഡന്റിറ്റി വന്നു മറ്റേ വന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പടങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പടം ഓടും. അത് കഥ തന്നെ വേണമെന്നില്ല, ടെക്നോളജി ആയാലും മതി. സിനിമ വിജയിക്കാൻ കഥ തന്നെ വേണമെന്നില്ല. അതായത് ടെക്നോളജി നല്ലതാണെങ്കിൽ സിനിമ വിജയിക്കും. എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ ഇപ്പം സ്പീഡ് ഒരു വലിയ പ്രശ്നമാണ്. എല്ലാ കാര്യത്തിലും സ്പീഡ് മനുഷ്യൻ്റെ, അതായത് സിനിമയെ ബാധിക്കുന്നുണ്ട്. പിന്നെ നല്ലപോലെ വായിക്കുന്ന തലമുറയായിരുന്നു ഞാനൊക്കെ സിനിമയിൽ വരുന്ന കാലത്ത്. വായന വലിയൊരു അസറ്റായിരുന്നു. വായിക്കുമ്പോൾ നമ്മുടെ ചിന്ത വികസിക്കും. ടി വി കണ്ട് മാത്രം ഇരിക്കുമ്പോൾ നമ്മുടെ ബുദ്ധി വികസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വായിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ അറിവ്. അത് ഈ ആട്ടുപടങ്ങളെന്ന് പറയുന്നെങ്കിലും അന്നത്തെ വളരെ ചിന്താധാര, വളരെയധികം നല്ല പ്രമേയങ്ങൾ വരുമായിരുന്നു. അതനുസരിച്ച് പാട്ടും വരും. വയലാർ ദേവരാജൻ, പി ഭാസ്കരനൊക്കെ എഴുതുന്ന പാട്ടുകളുടെ അർത്ഥം ജീവിതത്തോട് വളരെ ആഴത്തിൽ നമ്മളെ ചിന്തിപ്പിക്കുകയും നമ്മുടെ ജീവിതം വളരെ സെൻറ്റിമെൻറ്റ്സ് എന്ന് പറയുന്നൊരു സാധനം ജീവിതത്തിൽ ഏത് കള്ളനായാലും ഏത് ദുഷ്ടനായാലും ആർക്കായാലും സെൻറ്റിമെൻറ്റ്സ് ഇല്ലാതെ മനുഷ്യൻ്റെ ജീവിതമില്ല. ബന്ധങ്ങളാണ് നമ്മളെ നിലനിർത്തുന്നത്. അതിനെ വളരെയധികം ആഴത്തിലേക്ക് ചിന്തിപ്പിക്കുകയും കേൾക്കുമ്പോൾ നമുക്ക് അത് വളരെ ഉൾക്കൊള്ളാൻ പറ്റുന്ന പ്രമേയങ്ങളായിരുന്നു അന്ന്. പാട്ടിലും അതുപോലെ തന്നെയായിരുന്നു. പാട്ടിൻ്റെ വരികൾ അത് പാടുന്നത് സത്യൻ പ്രേമശിവരുടെ അഭിനയിക്കുന്ന കാലത്ത് സിനിമയുടെ എണ്ണം കുറവാണ്. എണ്ണം കുറവാകുമ്പോൾ ഞാൻ സിനിമയിൽ വരുമ്പോൾ 5 or 6 സിനിമയിൽ ഒരു വർഷത്തിൽ റിലീസുണ്ട്. അന്ന് കൂടുതലും തമാശ പറയുകയാണ്. കുഞ്ചാക്കോയുടെ സിനിമ കൂടുതൽ വരുമ്പോൾ ഈ സിനിമയുടെ കുഞ്ചാക്കോ ആരാന്ന് ഒരു വയസ്സിന് ചോദിച്ചു. കാരണം ഇതിലെ ഒരു സിനിമയുടെ പോസ്റ്ററൊക്കെ ഒരു വലിയ പ്രശ്നമാണ്. അന്ന് സിനിമ കാണാൻ വേണ്ടി ഞങ്ങൾ 10-30 മൈലൊക്കെ നടന്ന് സ്ഥലങ്ങളെയൊക്കെ ബേസിലേക്ക് ഞാൻ പോയിട്ടുള്ള സിനിമ അത്രയധികം മനസ്സിനോട് ചേർന്ന് നിന്നിരുന്നു. പിന്നെ ഇത് വളർന്ന് ടെക്നോളജി വളർന്ന് പുതിയ തലമുറ വന്നു. വായിക്കാത്തത് കൊണ്ടോ എന്തുകൊണ്ടോ സിനിമയുടെ സാങ്കേതിക വിദ്യ വളരെയധികം വളർന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് സ്പീഡ് കൂടി. അപ്പോൾ അതനുസരിച്ച് ടെക്നീഷ്യന്മാരാണ് പലരും, നല്ല ടെക്നീഷ്യന്മാരാണ്. അത് കലാകാരന്മാരും കൂടെ ആകുമ്പോഴാണ് നല്ല സൃഷ്ടി ഉണ്ടാകുന്നത്. കലാകാരന്മാർ ആകണമെന്നില്ല, അല്ലാതെ തന്നെ സിനിമ പോലെ വിസ്മയം സൃഷ്ടിക്കാൻ പറ്റും. ഇപ്പം അത് തലമുറയ്ക്ക് ആസ്വദിക്കാൻ പറ്റുകയും ചെയ്യും. പക്ഷേ എൻ്റെയൊക്കെ തലമുറയിൽ പല സുഖമായിട്ട് എനിക്ക് പ്രമാണമില്ല, അത് ആസ്വദിക്കാൻ പറ്റാതെ വരാറുണ്ട്. പക്ഷെ നമ്മളതിനെ അംഗീകരിക്കുന്നു. എൻ്റെ അറിവനുസരിച്ച് 15 സിനിമയിൽ കൂടുതൽ ഒരാഴ്ച റിലീസ് ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു വാർത്ത കേട്ടപ്പോൾ 200 സിനിമ റിലീസ് ചെയ്ത് 10, 15, 20 സിനിമയാണ് കളക്ഷൻ കിട്ടിയത്. ചിലവും കൂടുതലാണ്. അന്ന് നമുക്ക് ഞാൻ സിനിമ വരുമ്പോൾ 50,000 രൂപ കൊണ്ട് സിനിമ പൂർത്തിയാക്കണം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയാണ്. അപ്പോൾ അന്ന് അത് മതിയായിരുന്നു. അന്ന് കിട്ടുന്ന വലിയ 100 രൂപ 1 രൂപ ടിക്കറ്റ് ചാർജേ ഉള്ളൂ. അത് പറഞ്ഞിട്ട് കാര്യമില്ല. കാലം മാറുന്നതനുസരിച്ച് മാറും. നമ്മളിതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സൈഡ് വെച്ച് അപ്പോൾ അന്ന് വളർന്നു വരുന്ന ആളുകൾ സിനിമയ്ക്കൊരു വലിയ മാസ്മരികമായ ഒരു ശക്തി ഉണ്ടല്ലോ. അതുകൊണ്ട് ഇതിലേക്ക് ഇതിനൊരു പഴമയില്ല. പുതിയ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതിന് അപാരമായ കഴിവുള്ള ആളുകൾ എക്സ്ട്രാ ഓർഡിനറി ടാലൻറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് നിൽക്കാൻ പറ്റില്ല. എല്ലാവർക്കും നിൽക്കത്തില്ല, അഭിനയിക്കാനാണെങ്കിലും. അപ്പം അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, എനിക്ക് തോന്നുന്നത് പഴയ സിനിമകൾ വളരെ മൂല്യങ്ങളുള്ള വിദ്യാധിഷ്ഠിതമായ നല്ല സിനിമകളുണ്ട്, നല്ല പ്രമേയങ്ങളാണ്. അതൊക്കെ വീണ്ടും ഈ ജനറേഷന് കാണാനുള്ള അവസരം ഉണ്ടാക്കാൻ ഈ റീമാസ്റ്ററിങ് പ്രയോജനം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതിന് അത്ര വലിയ എക്സ്പെൻസീവൊന്നുമല്ല. അത് ഞാൻ സൈലൻ സാറിനോട് ഓർപ്പിച്ചതുകൊണ്ടാണ്. നല്ല പടങ്ങൾ എടുത്തിട്ട് ഈ ജനറേഷന് ഒരു പുതിയ അറിവുകൊണ്ട് ഒരു സന്ദേശം കൂടെ കൊടുക്കുക. അവരങ്ങനെ അത് ആസ്വദിക്കാതൊന്നും ഇരിക്കില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം സ്പീഡ് കുറവുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം ഞാൻ ഇന്ന് എം. ടി. വാസുദേവനാരുടെയൊക്കെ ഓരോ സിനിമ ഉണ്ട്. ഇരുട്ടിൻ്റെ ആത്മാവ് ഒരൊറ്റ സീൻ മാത്രമാണ് ആ സിനിമ നമ്മളിപ്പോഴും മനസ്സിലേക്കുന്നത്.
ആരെല്ലാം പറഞ്ഞാലും വേലായുധന് ഭ്രാന്താണെന്ന് വേലായുധന് അംഗീകരിക്കലാണ് പ്രതീക്ഷ. അവൻ ഏറ്റവും സ്നേഹിക്കുന്ന ശാരദയാണ്. അതിൻ്റെ പാട്ടും പടമൊക്കെ ഒടുവിൽ അവസാനം ഈ സ്നേഹിക്കുന്ന ഈ ശാരദയുടെ കഥാപാത്രം ഇതിനെ കാത്തിരുന്ന ഒക്കുള്ളൂ. വീട്ടിലെ സമ്മർദ്ദം കൊണ്ട് വിവാഹം ചെയ്തു. വിവാഹം നടക്കുമ്പോൾ കല്യാണപ്പന്തലിലേക്ക് വരുമ്പോൾ അടുത്തുനിന്നൊരു പയ്യൻ വന്നിട്ട് കൂട്ടിട്ട് കിടക്കുന്ന ഈ പ്രാന്തനോട് ചോദിക്കും, നസീറിൻ്റെ അടുത്ത് ചോദിക്കും, വേലായുധൻ അറിയില്ലേ കഥാപാത്രം പേര് പറഞ്ഞു. അപ്പം അവർക്ക് കല്യാണമാണല്ലോ അറിഞ്ഞില്ല. പുള്ളി പെട്ടെന്ന് ചാടി എനിക്ക് തൊടലും പൊട്ടിച്ച് പുള്ളി കല്യാണപ്പന്തലിലേക്ക് പോവുകയും ഭ്രാന്തൻ. അപ്പോൾ അതിലേന്ന് കണ്ടപ്പോഴത്തേക്കും വധുവരന്മാർ നോക്കി നിൽക്കുന്നു. വരും ചോദിക്കാതെ ആരാ വരുന്നത്, ഭ്രാന്തനാണ്. അപ്പോൾ അമ്മുക്കുട്ടി ഭ്രാന്തനാണെന്ന് പറഞ്ഞപ്പോൾ അവൻ അംഗീകരിക്കാതിരുന്നു. അപ്പോൾ കൈ കാണിച്ചു കൊടുക്കുക, എന്നെ വിലം വെച്ചതാണ്. അതുവരെ ആരും അറിയാതില്ല. അതാണ് മനുഷ്യബന്ധങ്ങളുടെ ആഴം, പ്രത്യേകിച്ച് ഇന്ത്യയിലൊക്കെ കഥാപാത്രങ്ങൾ. അങ്ങനെയുള്ള നല്ല ക്യാരക്ടേഴ്സ്, അതിന് ഉചിതമായ പാട്ടുകൾ, കഥാപാത്രങ്ങൾ, അതിൻ്റെ സാവകാശം, ആ പാട്ടിൻ്റെ അർത്ഥം, മ്യൂസിക്, ഇങ്ങനെയൊക്കെ ആസ്വദിക്കുന്ന കാലത്താണ് ഞാൻ സിനിമ കണ്ടു വരുന്നത്. ഇപ്പോൾ ആ സിനിമയൊന്നും കാണുമല്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് റീമാസ്റ്റർ ചെയ്യുമ്പോൾ ടെക്നോളജി ഇത്രയും വളർന്ന സ്ഥിതി ശബ്ദത്തിൻ്റെ ഒക്കെ ഒരു പ്രാധാന്യം വെച്ച് നോക്കുമ്പോൾ പുതിയ ജനറേഷൻ അത് കാണാൻ വേണ്ടി അത്ര വലിയ കളക്ഷനൊന്നും കിട്ടണ്ട, ഹിറ്റൊന്നും ആകണ്ട, അത് വർക്കൗട്ടാകും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതാണ് ഞാൻ സൈലൻ സാറിനെ ഓർപ്പിച്ചത്. നല്ല ഒത്തിരി സിനിമകളുണ്ട്. അപ്പോൾ നീലക്കുയിൽ, ഭാർഗവി നിലയം, അതിലേക്ക് അപാര പാട്ടുകളാണ്. അത് ആസ്വദിക്കുന്നു. അതിനെ ഈ പുതിയ സാങ്കേതികവിദ്യ അനുസരിച്ച് ഡോൾബിയിലൊക്കെ വരുമ്പോൾ ഭയങ്കര സുഖമായിരിക്കും. ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെ ചെയ്യാൻ നല്ലതെന്ന് തോന്നുന്നത്. പിന്നെ എൻ്റെ ഒരു അഭിപ്രായമാണ്, തോന്നലാണ്. അത് അവർ അംഗീകരിക്കുമെന്ന് എനിക്കറിയത്തില്ല. പിന്നെ റീമാസ്റ്ററിന് അത്ര വലിയ ചിലവ് വരുന്നില്ല. അതൊരു തിയേറ്റർ ഒരു വലിയ പ്രശ്നമാണ്. ഇപ്പോഴും ചെറിയ സാറ് ആദ്യം പറഞ്ഞൊരു അഭിപ്രായം എനിക്ക് തോന്നുന്നുണ്ട്. ഈ ഹോം തിയേറ്ററുകളിലും മാത്രം പോലും ഫ്ലിക്സ് ആവുന്ന ഫാമിലിക്കാർക്കും പഴയ തലമുറകൾക്ക് ഈ വിദേശ രാജ്യങ്ങളിലൊക്കെയുള്ള മലയാളികൾക്കെല്ലാം ഈ പഴയ സിനിമകൾ ഇഷ്ടമാണ്. ഞാൻ ഈ സാംബശിവനെ നായകനായിട്ടൊരു സിനിമ ഞാനും കൂടെ നല്ല അടുത്ത് ഈ കഥ ഉണ്ടാക്കുമ്പോഴൊക്കെ ഞാൻ ആ യുശശിൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു. ഞങ്ങളൊക്കെ ഒന്നിച്ച് മദ്രാസമാണ്. എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. എന്നെ അത് വർക്ക് ചെയ്യാൻ വേണ്ടി വിളിച്ചിട്ടുള്ളതാണ്. അന്നൊക്കെ ഇത് കാണുമ്പം ശശിയൊക്കെ ഇങ്ങനെയുള്ള പടം കാണുന്നത് അന്ന് ഭയങ്കരമായിട്ട് എല്ലാവർക്കും അറിയാവുന്നൊരു പ്രമേയമായിരുന്നു. ആ സമയത്ത് വലിയ സെൻസേഷൻ ഉണ്ടാക്കിയ ഒരു സംഭവത്തെ ചെയ്തുണ്ടാക്കിയ സബ്ജക്റ്റാണത്. അപ്പോൾ അത് ഈ ജനറേഷനോട് എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ കാണണം. പിന്നെ അന്ന് കണ്ട പടമല്ല, അതിൻ്റെ ഷേപ്പേ മാറിയിട്ട് കാണുമ്പോഴാണ്. അന്ന് കണ്ട പോലെ അല്ല, കാരണം അതിൻ്റെ ശബ്ദവും ആ 4K കാണുമ്പോൾ അതിൻ്റെ ഒരു സുഖം വേറെയാണ്. ഞാൻ കാണും എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ സ്പീഡ് ഒരു വലിയ പ്രശ്നമാണ്. പഴയ സ്പീഡാണുള്ളത്. കാരണം സ്പീഡ് പിന്നെ മമ്മൂട്ടിയുടെ ആ പെർഫോമൻസ് ഇതെല്ലാം കൊണ്ടത് ഇന്നോടുന്ന പോലെ 100 കോടി ക്ലബ്ബൊന്നും ഓടണ്ട. കാരണം നമുക്ക് പടം വിജയമാകും. തുടർന്ന് നല്ല സിനിമകൾ ഒത്തിരി ഉണ്ട് ഇപ്പോൾ സെലക്ട് ചെയ്ത് എടുക്കാനാണ്. ഞാനിപ്പം വേറെ 1-2 പടങ്ങൾ പഴയ പടം നോക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ കോർഡിനേറ്ററും കൂടാണ് എൻ്റെ ബിസിനസ്. അപ്പോൾ ഞാൻ ഈ മഴ പെയ്യുന്നു മണ്ഡലം കൂട്ടുന്നു ഹ്യൂമറാണ്. അങ്ങനെ അതിൻ്റെയൊക്കെ മാസ്റ്റർ കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. എല്ലാത്തിൻ്റെയും പ്രശ്നം ഇതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ പടം കിട്ടുന്നതല്ല പ്രോബ്ലം. പടം പ്രൊഡ്യൂസേഴ്സ് തരും. ഇത് മെറ്റീരിയൽ സംഘടിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. നെഗറ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവ് ഒന്നും എടുത്താലായിരിക്കും ഇതിൻ്റെ ക്വാളിറ്റി അത്രയും കിട്ടുള്ളൂ. അല്ലെങ്കിൽ അതിന് ഈ ചാനലുകളിൽ നിന്ന് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അത് സംഘടിപ്പിച്ച് കഴിഞ്ഞാൽ എടുക്കാൻ കൊള്ളാവുന്ന ഒരുപാട് സിനിമകളുണ്ട്. ഈ ജനറേഷൻ കാണുക എല്ലാവർക്കും ഇഷ്ടപ്പെടും, കാണുകയും ചെയ്യാം. ഇതിനത്ര പ്രൊഡക്ഷൻ കോസ്റ്റ് ഇല്ലല്ലോ, അത്രയും വരുന്നില്ലല്ലോ. അപ്പോൾ അവർക്കത് കാണാൻ അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് നന്നായിരിക്കും. പുറകെ റീമാസ്റ്ററിങ് വിജയകരമാകുമെന്നാണ് എൻ്റെ വിശ്വാസം. അതിന് അത്ര വലിയ പാരിത നഷ്ടങ്ങളൊന്നും ഇതെടുത്തിട്ടുണ്ടാകാനും തോന്നില്ല. അതിന് പഴയ സിനിമകളും വരണം, പുതിയ സിനിമകൾ സെലക്ട് ചെയ്തെടുക്കാൻ സൂപ്പർ സ്റ്റാറുകളുടെ പടങ്ങൾ ഒത്തിരി ഉണ്ട്. അതുപോലെ പഴയ സത്യൻ്റെയും കടൽപ്പാലം അങ്ങനെ നല്ല പടങ്ങൾക്കെടുത്ത് അവർക്കൊരു പുതിയ സന്ദേശം, പുതിയൊരു അറിവുകളായിരിക്കുമല്ലോ. അത് ചെയ്ത് നോക്കട്ടെ. അത് മാത്രം വലിയ നഷ്ടത്തിലാകുന്നില്ല. അങ്ങനെ ചെയ്യണം. കൂടുതൽ സിനിമ വരും, അത് അക്സെപ്റ്റ് ചെയ്യുമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം തിയേറ്ററിലെ എണ്ണം കൂടുതലാണ്. പിന്നെ ഈ ആളുകളുടെ ഇരിക്കാൻ 100-200 പേരിലാണ് ഇരിക്കുന്നുള്ളൂ. ചെറിയ തിയേറ്ററുകളിൽ ഒത്തിരി ഉള്ളത്. അപ്പം വിളിച്ച് ചെയ്യാം. കുറച്ച് ഓടിയാൽ പോലും അത് തുടർച്ചയായിട്ട് ചെയ്യാവുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിന് പുതിയ പുതിയ നിർമ്മാതാക്കളൊരു വരുന്നുണ്ടാവും. അതിനെ പ്രോത്സാഹിപ്പിക്കണം. പിന്നെ എന്താ പറയുകയെന്ന് പറഞ്ഞാൽ അവനായി കറക്റ്റായിട്ട് അത് വിജയിക്കുമെന്നാണ് എൻ്റെ പൂർണ്ണ പ്രതീക്ഷ. അത് വിജയിക്കും. അതൊരു മാറ്റമായിരുന്നു മമ്മൂട്ടിയുടെ സാധാരണമായ പെർഫോമൻസ് വഴിയാണ്. അങ്ങനെയുള്ള അതിനകത്ത് ഒരു സബ്ജക്റ്റ് ഉണ്ട്, കഥ വേണം. അങ്ങനത്തെ സബ്ജക്റ്റ് ഉണ്ട് അതിനകത്ത്. അത് വിജയമാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിനേക്കാളും നന്നായിരിക്കും ശരവൈദ്യരാണ് അടുത്ത പതിന്മാർ കിട്ടുന്നത്. അതും ഓൾമോസ്റ്റ് തീരാതിരിക്കാം. ജയൻ്റെ ഫാൻസ് ഇവിടെ എല്ലാം ഡെയിലി വിളിക്കും. ഇവിടെ കേരളത്തിൽ അത്ര ജെയിംസിൻ്റെ ഫാൻ അസോസിയേഷൻ ഉണ്ട്. നമ്മളെന്താ സാർ പറഞ്ഞാൽ ജയൻ്റെ ഫാൻ്റെ ഡേറ്റ് മാത്രം നമുക്ക് പറഞ്ഞാൽ മതി. നമ്മൾ കേരളത്തിൽ ആഘോഷമായിട്ട് മാറ്റും.
കാരണം അത്രയും ആയിട്ട് നിൽക്കുന്ന ജയൻ്റെ പടം ഒന്നും കൂടി വരാൻ വേണ്ടി. കാരണം ഈ ജയൻ്റെ 2 സൂപ്പർ ഹിറ്റ് പടം, ജയൻ്റെ ലൈഫിൽ 2 സൂപ്പർ ഹിറ്റ് പടം എടുത്തിട്ടുണ്ട്. 2 മാസം 3 മാസത്തിൽ ജയൻ്റെ പടം 2 റിലീസ് ചെയ്യും. 2 വർക്ക് നടക്കുന്നുണ്ട്. താങ്ക് യു. ഞാൻ അറിവാണ് നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. അതെ, രണ്ടാമൂഴം അറിയില്ല. ഏതെങ്കിലും സിനിമ എന്തെങ്കിലും ചെയ്യണമെന്ന് ഈ കാലഘട്ടത്തിൽ ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടോ? MTയുടെ എനിക്ക് ചെയ്യണമെന്ന് തോന്നിയിട്ടില്ല. കാര്യം MTയായിട്ട് എനിക്കൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. വൈശാലി എനിക്ക് വേണ്ടി എഴുതിയ പടമാണ്, പിന്നീട് മാറിപ്പോയി. താങ്ക് യു. ഞാൻ വേറെ വെയിറ്റ്